നമ്മൾ കുറച്ചായിട്ട് വിംഗർ പ്ലാന്റ്സിനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു വിംഗർ പ്ലാന്റിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു ഹാങ് വിംഗയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. നല്ല ലൂസ് പോട്ടി മിക്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ മില്യൻ ബെൽസ് നടാനായിട്ട് എടുത്ത പോട്ടി മിക്സ് ആണ് കേട്ടോ. ഈ ഒരു സെയിം പോട്ടി മിക്സിനകത്തിരുന്ന പ്ലാന്റ് ഇല്ലാണ്ടായി പോയപ്പോൾ അതിന് പകരം വയ്ക്കാനായിട്ട് ഈ ഒരു ഹാങ് വിംഗിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും റൂട്ട് പുറത്തേക്കുള്ള പ്ലാന്റ്സ് വാങ്ങിക്കരുത്. അതായത് ഈ കവറിൻ്റെ പുറം ഭാഗത്തേക്ക് വരുന്ന റൂട്ടഡ് പ്ലാന്റ്സ് വാങ്ങിക്കരുത്. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആ പ്ലാന്റ് എടുക്കുമ്പോൾ പ്ലാന്റിന് ഒരു അനക്കം ഉണ്ടാവും. പിന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഷോക്കും കൂടെ ആകുമ്പോൾ പ്ലാന്റ്സിന് ചെറിയ ഡാമേജസും കാര്യങ്ങളൊക്കെ വന്നിട്ട് സ്റ്റെം ഇൻഫെക്ഷനൊക്കെ ആയി അത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഈ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ വെച്ച് തന്നെ നമുക്ക് പോട്ടി മിക്സ് മുകളിലോട്ട് ഉയർത്തി പ്ലാന്റ്സിനെ എടുക്കാം. അതും ഈ വിങ്കയുടെ കാര്യത്തിൽ ഡാമേജസ് ഉണ്ടാക്കും. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ട് സൈഡും കത്രിക കൊണ്ട് എടുത്തിട്ട് പയ്യെ ഷേക്ക് ചെയ്യാതെ ആ റൂട്ടിനെ എടുക്കുക കേട്ടോ. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന നല്ല ലൂസ് പോട്ടി മിക്സ് ആയതുകൊണ്ട് ഏറ്റവും അടിഭാഗത്ത് ഉള്ള പോട്ടി മിക്സിന് ചെറിയൊരു ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ റൂട്ടിനൊന്നും ഒരു ഡാമേജും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അടിയിലൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം പ്ലാന്റ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ റൂട്ടിനൊന്നും വേറെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ വേറെ ഒരു സംഭവങ്ങളും ഇതിനകത്ത് ചേർക്കാൻ പാടില്ല കേട്ടോ. നോർമൽ മണ്ണും മണലും മിക്സ് ചെയ്തിട്ട് ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കി വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ പോട്ടിന് പുറത്തേക്ക് പ്ലാന്റ് ഇരിക്കുകയാണെങ്കിൽ അതിന് ഉള്ളിലേക്ക് കൈ തിരുകിയിട്ട് ആ മണ്ണോട് കൂടി അതിനൊന്ന് പൊക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കടഭാഗം എപ്പോഴും മുകളിലേക്ക് ഇതുപോലെ പൊന്തി നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ടേ സാധാരണ പ്ലാന്റ്സിൽ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലോണം റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് റൂട്ടെല്ലാം ഈ കടഭാഗത്തിന് മുകളിലേക്ക് പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഇങ്ങനെ കവർ ചെയ്യാനായിട്ട് ഞാൻ ചെറുതായിട്ട് ആ ഒരു പോർഷൻസിലൊക്കെ ഇങ്ങനെ മണ്ണും മണലും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ യാതൊരു കാരണവശാലും ചെയ്യരുത്. ഇപ്പോൾ എനിക്ക് ഇങ്ങനൊരു റൂട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മുടെ ഹൈബ്രിഡൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എപ്പോഴും കടഭാഗം മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഒത്തിരി ഒന്നും അവിടെ വാരി തട്ടുന്നില്ല, ജസ്റ്റ് ആ റൂട്ടൊന്ന് ഹൈഡ് ആവുന്ന രീതിയിൽ മാത്രം പോട്ടി മിക്സ് കൊടുക്കുകയാണ്. പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴും വിംഗർ പ്ലാന്റ്സിൻ്റെ സൈഡ് വഴി മാത്രം വെള്ളം ഒഴിക്കുക. നമ്മൾ ഡയറക്റ്റായിട്ട് അതിലോട്ട് കൊണ്ടൊഴിക്കുമ്പോൾ അതിൽ ആ ചെന്ന് വീഴുന്ന ഷോക്കിൽ ആ സ്റ്റെമ്മോ ലീഫോ ഒക്കെ ഡാമേജായി പതിയെ ഫംഗൽ ഇൻഫെക്ഷൻ സ്പ്രെഡായി നമ്മുടെ പ്ലാന്റ്സ് പോകും. അപ്പോൾ ഞാനിത് എത്രത്തോളം പറയുന്നുണ്ടെങ്കിലും അത്രത്തോളം സക്സസ് ആവാറില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ വെള്ളം ഇങ്ങനെ ശ്രദ്ധിച്ച് കൊടുക്കാനുള്ളൊരു ടൈം കിട്ടാറില്ല കേട്ടോ. പക്ഷേ പ്രോപ്പർ വാട്ടറിങ് കറക്റ്റാണ്. നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് വിടുകയാണ് കേട്ടോ. ഫ്ലവർ ഉള്ളത് ഞാൻ വെട്ടുന്നില്ല, അങ്ങനെ നിന്നോട്ടെ. കാരണം നമ്മൾ ഫ്ലവർ കാണാനാണല്ലോ ഈ പ്ലാന്റ്സൊക്കെ നമ്മൾ വയ്ക്കുന്നത്. കറക്റ്റായിട്ട് എക്സാക്റ്റ് പറഞ്ഞാൽ അതും കൂടി ഒന്ന് ട്രിം ചെയ്ത് വിടണം കേട്ടോ. എന്നാലേ കറക്റ്റ് ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ പ്ലാന്റ്സിന്. എന്നിട്ട് നമ്മൾ ആ ട്രിം ചെയ്തതിൻ്റെ എൻഡിൽ എന്തായാലും സാഫ് കൊടുക്കണം. ഇപ്പോൾ ഭയങ്കര മഴയുള്ള ടൈമാണ്. അപ്പോൾ എന്തായാലും അവിടെ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക കേട്ടോ, സാഫ് കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റൂട്ടിൻ്റെ കടഭാഗം എപ്പോഴും പൊന്തി വേണം നിൽക്കാനായിട്ട്. എനിക്കിപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ ലൂസ് പോട്ടി മിക്സ് തന്നെ തിരഞ്ഞെടുക്കണം. അതിനകത്തേക്ക് ചകിരിച്ചോറോ ചാണകപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കാൻ പാടില്ല. ഇപ്പം മഴ ടൈം ആയതുകൊണ്ട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഞാൻ സാഫ് തേച്ച് കൊടുക്കുകയാണ്. രാവിലെ കുറച്ച് പ്ലാന്റ്സ് പണി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് തേക്കാൻ എടുത്ത് വെച്ചിരുന്ന സാഫിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലും ഒക്കെ തേച്ച് കൊടുക്കുകയാണ്. നമ്മൾ എവിടെ വിംഗർ പ്ലാന്റ് കട്ട് ചെയ്ത് കളഞ്ഞാലും അവിടെ നമ്മൾ അപ്പോഴും സാഫ് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഈ മഴ ടൈമിലൊക്കെയാണ് കൂടുതൽ ഇൻഫെക്ഷനൊക്കെ സ്പ്രെഡ് ആവുന്നത്. അന്നേരം നമ്മുടെ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ആ ഒരു കാറ്റഗറിയിലൊക്കെ വരുന്നൊരു പ്ലാന്റ്സ് തന്നെയാണ് വിംഗർ പ്ലാന്റ്സ്. പക്ഷേ വിംഗർ പ്ലാന്റ്സിന് കൂടുതലും ഫംഗൽ ഇൻഫെക്ഷനാണ് ഉണ്ടാവാറുള്ളത്. പെസ്റ്റ് അറ്റാക്കൊക്കെ വളരെ കുറവാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള അറ്റാക്ക് മാത്രമാണുള്ളത്. ഇതിന് തന്നെ അതിനെ ഓപ്പോസിറ്റായിട്ട് നിൽക്കാനുള്ളൊരു കരുത്ത് ഈ പ്ലാന്റിന് തന്നെത്താനേ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. മെഡിസിനൽ പർപ്പസൊക്കെയുള്ള പ്ലാന്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെതായ എന്തെങ്കിലും എഫക്റ്റ് ഈ പ്ലാന്റിൽ തന്നെ ഉണ്ടാകും.
മഴ വന്നപ്പോൾ കുറേ ഇതുപോലെ നമുക്ക് വെട്ടിക്കളയേണ്ടി വന്നേ. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല, മഴയുടെ ആ തൂളി വന്നടിച്ചിട്ട് കുറേ പ്ലാന്റ്സ് രാവിലെ തന്നെ ഡാമേജ് ആയി പോയിട്ടുണ്ട്. നമ്മുടെ ടാറ്റു പപ്പായുടെ പ്ലാന്റ്സിലൊക്കെയാണ് കൂടുതലും ഡാമേജസും കാര്യങ്ങളൊക്കെ വന്നത്. അതൊക്കെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിലൊന്നും ഇപ്പോൾ സാഫ് കൊടുത്തിട്ടില്ല. ഇത് രാവിലെ നല്ല ജോലി ഉണ്ടായിരുന്നു. നമ്മുടെ പ്ലാന്റ്സ് ഇങ്ങനെ കാണാൻ വേണ്ടി വളർത്തുന്നതിനേക്കാളുപരി ഇങ്ങനെ ഒരു സെയിൽ എന്നൊരു പർപ്പസിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ടാസ്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക്. നമ്മളൊരു പുതിയ സ്റ്റാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ സൗകര്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഴ ടൈം ആയതുകൊണ്ട് നന്നായിട്ട് മഴവെള്ളം വീഴാതെ നമുക്ക് സേവ് ചെയ്തില്ലെങ്കിൽ നമ്മളെ പ്ലാന്റ്സ് പോവില്ലേ. 3 തട്ടായിട്ടാണ് നമ്മൾ സ്റ്റാൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അത്യാവശ്യം വെറൈറ്റീസൊക്കെ നമ്മൾ ആഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇത് ഒരു ബ്ലാക്ക് മൂണിൻ്റെ പ്ലാന്റാണ്. പക്ഷേ നല്ല ഫാൾസ് ബ്ലൂമിംഗ് ആണ് ഇതിനുള്ളത്. നമ്മൾ ഏറ്റവും മണ്ടയിലത്തെ റാക്കിൽ പെറ്റൂണിയ ഇട്ട് വെച്ചിട്ടുണ്ട്. പെറ്റൂണിയയിൽ നാടൻ പിങ്ക് പെറ്റൂണിയ താഴെ വെച്ചിരുന്നപ്പോൾ കുറേ ഡാമേജസ് ആയി. ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലാക്ക് മൂൺ വിങ്ക കേട്ടോ. ഇതിൻ്റെ എക്സാക്റ്റ് പ്ലാന്റ്സ് ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടാത്തത് കൊണ്ട് ഫാൾസ് ബ്ലൂമിംഗ് ആണ് കേട്ടോ. നോർമൽ പിങ്ക് ഷെയ്ഡിൽ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. കറക്റ്റ് നമുക്ക് പ്ലാന്റ്സിന് കളറ് തെളിഞ്ഞ് വരണമെങ്കിൽ നമ്മളതിനെ വെയിൽ കൊള്ളിച്ചാൽ മാത്രമേ നമുക്കത് പ്ലാന്റിൻ്റെ എക്സാക്റ്റ് ഷെയ്ഡ്സ് നമുക്ക് മനസ്സിലാവുള്ളേ. ഇതിപ്പോൾ എന്തോ ഡാമേജ് ഉണ്ട് കണ്ടോ, ലീഫൊക്കെ ഒന്ന് മഞ്ഞയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ഡാമേജ് അതിനുണ്ട് കേട്ടോ. അങ്ങനെ വേണം നമ്മൾ വിങ്ക പ്ലാന്റ്സിൻ്റെ ഡാമേജസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായി. ഒരു തളർച്ച എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമേ. അപ്പോൾ അത് നോക്കി വേണം നമ്മളെപ്പോഴും വിങ്ക പ്ലാന്റ്സിനെ നിരീക്ഷിച്ച് നടക്കണം. നമ്മൾ വിങ്ക പ്ലാന്റ്സ് വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാര്യം പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നുണ്ടോ, സ്പ്രെഡ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള റെമഡി എന്തെങ്കിലും കൊടുക്കണം. ഇല്ലെങ്കിൽ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു കട്ടിങ്സ് പോലും നമുക്ക് കിട്ടില്ലേ. പിന്നെ ഇപ്പോൾ കട്ടിങ്സ് കിട്ടിയിട്ടും കാര്യമല്ല. ഇപ്പം മഴയത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് കൂടുതൽ അഴുകുകയുള്ളൂ. അതുകൊണ്ട് മാക്സിമം പ്ലാന്റ്സിനെ സംരക്ഷിക്കാനായിട്ട് അതിൻ്റെതായ കരുതൽ കൊടുക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക. നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നൊരു പോട്ടി മിക്സ് ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ വിങ്ക പ്ലാന്റ്സിനെ ഒരു പരിധി വരെ നമ്മുടെ കയ്യിൽ വയ്ക്കാം. എന്തായാലും മഴ ടൈം ആകുമ്പോൾ ഒത്തിരി പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് ലോസ് ആവും. 1-2 പ്ലാന്റ്സ് വളർത്തുന്നവരല്ല പറയുന്നത്, ഒത്തിരിയും പ്ലാന്റ്സ് ഇങ്ങനെ വളർത്തുന്നവർക്ക് എന്തായാലും നല്ലൊരു എമൗണ്ട് പ്ലാന്റ്സ് നമുക്ക് ലോസ് ആവും. കാരണം നമുക്ക് എല്ലാത്തിനും ഒരേ പരിഗണന കൊടുത്ത് പോകാൻ പറ്റില്ലല്ലോ. ഒന്നാമതായാലും ടൈം മാനേജ്മെൻറ്റാണ്. അതൊക്കെ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ പ്ലാന്റ്സിനെ നമുക്ക് എപ്പോഴും കയ്യിൽ വയ്ക്കാൻ പറ്റുള്ളേ. അങ്ങനെ ഇരുന്നിരുന്ന് നമ്മുടെ മില്യൺ ബെൽസിൽ നമ്മളൊരു സ്ഥാനം കണ്ടെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് മില്യൺ ബെൽസ്. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ.